പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു വീഡിയോ ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട. എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഞാൻ സംസാരിക്കുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു സഹോദരൻ നിങ്ങളോട് സംസാരിക്കുന്നതിനായോ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നിങ്ങളോട് സംസാരിക്കുന്നതായോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞനുജനോ ചേട്ടനോ നിങ്ങളോട് സംസാരിക്കുന്നതായോ, ഒരു മകൻ സംസാരിക്കുന്നതായോ നിങ്ങൾ കണ്ടാൽ മാത്രം മതി. കാരണം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഞാനിന്നൊരു വാർത്ത കണ്ടു, അതുമായി ബന്ധപ്പെട്ടതാണ്. ആ വാർത്തയുടെ കാര്യം ഞാനിവിടെ കൊടുക്കാം. അതായത് 22,810 കോടി രൂപ വിവാഹത്തിനായി നമ്മുടെ കേരളീയർ ചെലവാക്കിയ തുകയാണ് ഈ പറയുന്നത്. ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തോ എന്തോ അങ്ങനെയുള്ള ഒരു സംഘടന ഒരു പഠനം നടത്തിയതിൽ നിന്ന് ബോധ്യമായതാണിത്. 2004 ഇത് 6,047 കോടി രൂപയായിരുന്നുവെന്നും 2024 വന്നപ്പോൾ ഇത് 22,810 കോടി രൂപയായെന്നുമാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ അത്യാവശ്യമായിരുന്നു, ഇതൊക്കെ അല്ലെങ്കിൽ ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ആർഭാടമായിരുന്നു? ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം, ഇത് ആവശ്യമായിരുന്നു, അത്യാവശ്യമായിരുന്നു, ആഡംബരമായിരുന്നു, ഇതിൽ പലതും. ഇതിങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ നിങ്ങളോട് ഇത് സംസാരിക്കാമെന്ന് തോന്നി. കാരണം ചില കാര്യങ്ങളൊക്കെ ഒന്നും ആവശ്യമില്ലാത്തതായിരുന്നു, ചിലത് ആവശ്യമുള്ളതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എൻ്റെ ഞാൻ നിങ്ങളോട് കാഷ്വലായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായങ്ങളും എല്ലാം നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. അത് മാത്രമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. കാരണം ചിന്തിച്ചപ്പോൾ എനിക്കിതൊരു വലിയ ഒരു കാര്യമായി തോന്നി. അത് മാത്രമല്ല, ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു സെൻസിറ്റീവായ വിഷയവുമായി തീരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് വളരെയേറെ ഒരു സെൻസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ആർഭാടമായി കാണുന്നവരുമുണ്ട്, എന്നാൽ ഇതൊരു അത്യാവശ്യമായി കാണുന്നവരുമുണ്ട്. കൂടാതെ ഈ ഒരു കാര്യം മുഖേന ഈ ഒരു വിവാഹത്തിന്റെ ചെലവുകളും മറ്റും കൂടുന്നു നാം പറയുമ്പോഴും ഇതുവഴി ഒരു ഇൻഡസ്ട്രി തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഇതുവഴി ഉപജീവനം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലായില്ലേ? കാരണം ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ പൈസ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയും ക്രയവിക്രയം നടത്തുകയും സാമ്പത്തികം, അതായത് ഒരു ബിസിനസ് നടക്കുകയും സാമ്പത്തികമായി പലരും ജീവിക്കുന്നതും, അല്ലെങ്കിൽ ഇത് നടത്തുന്ന സാമ്പത്തിക ഒരു ചക്രത്തിന് ആ ഒരു സൈക്കിളിനൊക്കെ ഒരു നല്ലതാണെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ പലരും ഇതൊന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ലോ, അവരെയൊന്നും തിരസ്കരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഇതൊരു വളരെ വിമർശനമായി കണ്ടുകൊണ്ട് ആർഭാടമായ ഒരു വിവാഹം നടത്തുന്ന വിമർശനമായി കണ്ടുകൊണ്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളോട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ കാഷ്വലായി സംസാരിക്കുന്നു എന്ന് മാത്രമാണ്. അതായത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കടവും, അതായത് നമ്മൾക്ക് പൈസ ഇല്ലെങ്കിൽ അനാവശ്യമായി ആഡംബരങ്ങളിലേക്ക് പോകുന്ന വിവാഹങ്ങളെ കുറിച്ച് മാത്രമാണ്. കാശില്ലാതെ ലോൺ എടുത്തും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പണം കണ്ടെത്തിയും നടത്തുന്ന ആർഭാട വിവാഹങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ പണമുള്ളവർക്ക് അത് ചെലവാക്കി അത്യാവശ്യത്തിന് ഒരു തവണയല്ലേ. ഞാൻ ഇതിക്ക് മുമ്പ് അമ്മയോട് ഈ ഒരു ചോദ്യം ചോദിച്ചു കുറച്ചു നേരത്തെ. അമ്മ, വിവാഹം കഴിക്കുന്നത് ആഡംബരമായിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു, എന്നോട് അമ്മ ആദ്യം പറഞ്ഞു, ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ കഴിക്കുന്നുള്ളൂ, അതിനകത്ത് ചിലവരൊക്കെ കുറച്ച് ആഡംബരമാകാം എന്ന് അമ്മ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. പക്ഷേ അമ്മ അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂട്ടിച്ചേർത്തു, പക്ഷേ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് നാം അനാവശ്യ ആഡംബരങ്ങൾ കാണിക്കാൻ ശ്രമിക്കരുത്, അത് മോശമാണ്, അത് നമുക്ക് വേണ്ട. കാരണം കല്യാണം കഴിഞ്ഞ് പലരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇതിന് പോവും, പക്ഷേ പിന്നീടുള്ള ബാധ്യതകളൊക്കെ തീർക്കേണ്ടതും അല്ലെങ്കിൽ അതിനോട് മല്ലിടേണ്ടതും നമ്മളാണ്. കാരണം ഞാനൊരു സാധാരണ കുടുംബത്തിലൊരു അംഗമാണ്. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കാനുണ്ടാവും, നിന്റെ വിവാഹം എങ്ങനെയാണ് നടന്നത്? എന്റെ വിവാഹം തീർത്തും ലളിതമായ ഒരു ക്ഷേത്രത്തിൽ വെച്ചൊരു ചടങ്ങായിരുന്നു. അത്യാവശ്യം കുറച്ച് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്തു. അത്യാവശ്യത്തിന് ചെറുതായി, എന്നാൽ വളരെ ഒരു ആഡംബരമൊന്നും ആയിരുന്നില്ല. ഒരു പക്ഷേ എനിക്ക് അത്തരത്തിലുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. അത് മാത്രമല്ല, എന്നെ പിന്നെ ആവശ്യത്തിന് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ 100% വിശ്വാസം. എന്നെ അറിയാവുന്നവർക്ക് അത് തീർച്ചയായും അടുത്തറിയാം. പക്ഷേ ഈയിടെയായി നാം നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പല കല്യാണങ്ങളും അല്ലെങ്കിൽ വിവാഹങ്ങളും ആഡംബരമായി പോകുന്നതാണ്. അതായത് കാശുള്ള ആളുകൾ ചെയ്യുന്നത് പോലെയല്ല. നമ്മളുടെ ജീവിതത്തിൽ ഒരു തവണ, അമ്മ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു തവണ നടക്കുന്ന ഒരു കാര്യമല്ലേ ലോൺ എടുത്തോ എന്തെങ്കിലും നാം കാണിച്ചു കളയാം എന്ന് ആണ് വിചാരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പല സമൂഹത്തിലെ പല പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളും തന്നെ അച്ഛനമ്മമാരെ നിർബന്ധിക്കുന്നതിന് പല ചടങ്ങുകൾക്കും ഈ ഹൽദി എന്നൊരു ചടങ്ങ് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. എൻ്റെ അറിവിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ ഒരു ചടങ്ങ് വന്നു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. ഇതിന്റെ ഒറിജിൻ എവിടെയാണെന്നോ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയിട്ടില്ല. അല്ലെങ്കിൽ ഇത് കേരളത്തിൽ എല്ലാ സ്ഥലത്തുകളിലും ഉണ്ടായോ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്നോ വന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ചടങ്ങ് എത്ര ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ പൈസ ഈ ഹൽദി എന്ന് പറയുന്ന ചടങ്ങിന് പൊട്ടിക്കുന്ന ആളുകളുണ്ട്.
നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? പല കല്യാണ ചടങ്ങുകളിലുണ്ട്. ഇതിനു വേണ്ടി പെൺകുട്ടികളാണ് കൂടുതൽ, കമ്പാരിറ്റീവ്ലി പെൺകുട്ടികളാണ് ഈ ഇല്ലാത്ത മാതാപിതാക്കളോട് ഇത് നടത്തണം, എന്റെ കൂട്ടുകാരി അവിടെ നടത്തിയതാണ്, ഇവിടെ നടത്തി, എനിക്ക് നടത്തിയില്ലെങ്കിൽ കുറച്ചിലാണെന്നുള്ള ഒരു അല്ലെങ്കിൽ ചെക്കന്റെ വീട്ടുകാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇത് ഫോട്ടോ എടുത്ത് ചെക്കന്റെ വീട്ടുകാരെ കാണിക്കട്ടെ, ഇതൊരു അനാവശ്യ ആഡംബരം നടത്തുന്ന പെൺകുട്ടികളുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് ചെയ്യുന്നവർ മാത്രമാണോ ഈ പറയുന്നത്? വീണ്ടും പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കടബാധ്യതകളൊക്കെ ഏറ്റെടുത്ത് അത് വീട്ടുവാൻ വേണ്ടി മാതാപിതാക്കൾ സമ്മാനമായി നൽകുന്ന സ്വർണവും ഒക്കെ പണയം വെക്കുന്ന പലരെയും നമ്മുടെ സമൂഹത്തിൽ കാണാം. ഇതുമായി ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ഇതിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്നില്ല. അത്തരത്തിലുള്ള കല്യാണങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ, കാരണം ഇത് വളരെ നമ്മുടെ സമൂഹത്തിൽ ചുറ്റും നടക്കുന്നതാണ്. ആൺകുട്ടികളാവട്ടെ തന്റെ കല്യാണം നടത്തുവാൻ വേണ്ടി ലോൺ എടുത്ത് ആ ഒരു എന്താ പറയുന്നത്, പ്രീ വെഡിങ് ഷൂട്ട്, പോസ്റ്റ് വെഡിങ് ഷൂട്ട്, 10 ക്യാമറ, ഡ്രോണുകൾ ഉപയോഗിച്ച്, ഇതൊന്നും വേണ്ട എന്നല്ല കേട്ടോ, പിന്നീട് ഓർത്തു വെക്കാനുള്ള നിമിഷങ്ങളൊക്കെ ആയിരിക്കണം. പക്ഷെ നമ്മുടെ കൊക്കിലതിങ്ങി കൂടി കൊത്തുന്നതായിരിക്കും നല്ലതാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെ നടത്തുന്നവരോട് ഞാൻ യാതൊരു എതിർപ്പും പറയുന്നില്ല. ഇത് തന്നെ ഒരു ഇൻഡസ്ട്രി തന്നെ, പല ഇൻഡസ്ട്രികളും പല ഉപജീവന മാർഗമാണ്, അതൊക്കെ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു പോകുന്നതാണ്. കാരണം എൻ്റെ പല ഫ്രണ്ട്സിനും, എനിക്ക് കല്യാണത്തിന് അങ്ങനെ ചെലവുകളൊന്നും ആയിട്ടില്ല, അതിന്റെ പേരിൽ എനിക്ക് കല്യാണത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബാധ്യതകളൊന്നും വന്നിട്ടില്ല. ഞാൻ തീർച്ചയായും ഒരു സാധാരണക്കാരാണ്, സാധാരണഗതിയിൽ നടന്ന ഒരു കല്യാണമാണ്. പിന്നെ പലരും കാണുന്നുണ്ട് അത്യാധുനിക ആഡംബരങ്ങൾ, ബെൻസ് വാടക എടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, കല്യാണ ചെറുക്കൻ അതിൽ പോകുന്നു. ഇതൊക്കെ ഒരു ആഡംബരമല്ലേ? ഞാനിതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നേരത്തെ ഞാനൊരു കല്യാണം നടന്ന പലരും മാതൃകയാക്കിയ ഒരു പല കല്യാണങ്ങളും കണ്ടു. നമ്മളുടെ ഒരു IAS മേഡം ഉണ്ടല്ലോ, ശ്രീധന്യോ, അത് കൃത്യമായി ഞാൻ പേര് ഓർക്കുന്നില്ല. പുള്ളിക്കാരത്തി കല്യാണം നടത്തിയത് രജിസ്റ്റർ ഓഫീസ് വീട്ടിൽ വിളിച്ച് നടത്തിയെന്ന പല മാധ്യമ വാർത്തകളിലും, അത് വളരെ 2024 തോന്നുന്നത്. 2000 രൂപ രജിസ്ട്രേഷന് മാത്രം ചെലവഴിച്ചാൽ മതി എന്നൊക്കെ ഒരു സമൂഹത്തിന് മാതൃകയായി. വളരെ ഒരു താഴത്തിൽ നിന്നും കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ഒരു വലിയൊരു പൊസിഷനിലെത്തിയ ആളാണ് മേഡം. പുള്ളിക്കാരത്തിയെ പോലുള്ള ആളുകളൊക്കെ നമുക്ക് സമൂഹത്തിന് മാതൃകയാകുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഷിഖ് കപൂർ റിമാക്കല്ലെങ്കിലും കല്യാണം കഴിച്ചത് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിച്ചിട്ട് ഒരു 10 ലക്ഷം രൂപ എന്തോ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോ ഏതൊരു ഹോസ്പിറ്റലിലെ രോഗികൾക്ക് വേണ്ടി കൊടുത്തു എന്നൊക്കെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു വാർത്ത. അങ്ങനെ പലരും എൻ്റെ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു 2 കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ പലരും മാതൃക കാണിക്കാറുണ്ട്. ചിലര് ആർഭാടം കാണിക്കാറുണ്ട്. ആർഭാടം കാണിക്കുന്നല്ല, ആവശ്യമാകാം, അനാവശ്യങ്ങളാകരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ വീണ്ടും പറയാൻ കാര്യം എന്താണ്, കൂട്ടുകാരോട് സംസാരിക്കുന്നു, ഒരു സഹോദരനായിട്ട് എന്നെ കണ്ട് സംസാരിക്കണം. കാരണം നിങ്ങളുടെ ആരോഗ്യകരമായ കമന്റുകൾ, വിമർശനങ്ങളൊക്കെ ആവാം, പക്ഷേ അനാരോഗ്യകരമായ ഒരു കമന്റുകളൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം ഞാൻ നിങ്ങളോടൊന്നും ദേഷ്യത്തിലോ അങ്ങനെ ഒരു സംസാരിക്കുന്നതല്ല. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഒരുപാട് മാതാപിതാക്കളുടെ പൈസ കളയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സെയിം സമയത്ത് തന്നെ മാതാപിതാക്കളെ അറിഞ്ഞ് ചെലവുകൾ ചുരുക്കി കല്യാണം നടത്തുന്നവരുമുണ്ട്. ചില ആളുകൾ പല പുരോഗമനവാദികളും വാദിക്കുന്നത് കണ്ടിട്ടില്ലേ, ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത് പോയിട്ട് രജിസ്റ്റർ ഓഫീസിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കല്യാണം. വിവാഹം നടക്കേണ്ടത് മനസ്സുകൾ തമ്മിലാണ്, അല്ലാതെ ഈ ഒരു ആർഭാടങ്ങൾ അല്ല. ഈ ആർഭാടങ്ങളെ കാണിച്ചിട്ട് പിന്നീട് കുടുംബ കോടതികളൊക്കെ ഇരുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഈ ഒരു ആർഭാടങ്ങളെ കാണിച്ചു കൂട്ടിയത് മാത്രമല്ല, നല്ലോണം ജീവിക്കുന്ന ആളുകളും അതിൻ്റെ ഇടയിലുണ്ട്. പക്ഷെ ഈ കല്യാണത്തിൽ കാണിക്കുന്ന ഈ ഒരു ആഡംബരങ്ങൾ, എന്തൊക്കെയാ ആഡംബരങ്ങൾ കാണിക്കുന്നത്? ഇതൊക്കെ ആവശ്യങ്ങളാണോ, അത്യാവശ്യങ്ങളാണോ? ചിലതൊക്കെ അനാവശ്യങ്ങളുമാണ്, നമ്മളുടെ കയ്യിൽ നിന്നില്ല. പലരും ഈ കല്യാണം എന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്സരിക്കാനാണ് നോക്കുന്നത്. തന്റെ തൊട്ടടുത്ത വീട്ടിലെ ആള് അല്ലെങ്കിൽ തന്റെ ഒരു ഫ്രണ്ട് ചെയ്ത ആ ഒരു രീതിയിലെങ്കിലും ഒരു പടി അതിന് മുകളിലെങ്കിലും ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത് ആയി കാണുന്ന ഒരു യുവാക്കളും യുവതികളും നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗമുണ്ട്. മുഴുവന് പേര് അടച്ചു പറയുന്നതല്ല. അവരൊക്കെ ഒരു പുനർചിന്തനം നടത്തിയാൽ ഒരുപാട് പൈസകൾ ലാഭിക്കാം. പിന്നീടുള്ള അവരുടെ ജീവിതം കെട്ടുപടുത്തുന്നതിനും ആ പൈസ ഉപകരിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമല്ലേ. ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ചെയ്യുക നല്ലതായിരിക്കും. ഈ ഒരു ചെറിയ കാര്യം ഭയങ്കര വലിച്ചു നീട്ടി പറഞ്ഞു എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി, അപ്പോൾ ഈ ഒരു ചെറിയൊരു മാധ്യമം മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. ഇത്തരം ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസുകളുമായും, അല്ലെങ്കിൽ ചെറിയ എനിക്കറിയാവുന്ന ഒരു ഇൻഫർമേറ്റീവ് വീഡിയോസ്, അല്ലെങ്കിൽ ഞാൻ വായിച്ചറിയുന്ന കുറച്ച് ഇൻഫർമേറ്റീവ് വീഡിയോസുമായും, അതേപോലെ ചെറിയ നുറുങ്ങ സംഭാഷണങ്ങളുമായി നിങ്ങളുടെ മുൻപിൽ ഇനിയും വരാമെന്ന ഒരു പ്രതീക്ഷയോടെ
അടുത്ത വീഡിയോയിൽ കാണാമെന്നൊരു പ്രതീക്ഷയോടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ നിങ്ങളെ ആരെയും വിമർശിക്കുവാനോ ഇതൊന്നും ഉദ്ദേശിച്ചാൽ എന്തെങ്കിലും ഒരു ഭാഗത്ത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു കാര്യം എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വാക്കുകളിൽ നിന്നും ആരെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ, എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു അപേക്ഷയോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ബൈ.